യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ, നിന്നെ ഘോഷിക്കുവാൻ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവേശുവിനുള്ളവരാണെങ്കിൽ, ഞാൻ ക്രിസ്തുവേശുവിനുള്ളൊരു വ്യക്തിയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ഞാൻ എന്ത് ചെയ്യുകയാണ്? യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ 6-ാം വാക്യം പറയുകയാണ്: ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇവിടെ എപ്പോഴാണ് ഇത് സംഭവിച്ചത്? അവിടെ പറയാണ്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. നമ്മൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അവിടെ പറയാണ്, എങ്ങനെയാണ് നടക്കുന്നത്? അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സാദൃശ്യമായിരുന്ന സ്നാനത്തിൽ നാം പങ്കാളികളായി തീർന്നപ്പോൾ ഏകീഭവിച്ചെങ്കിൽ എന്ത് ചെയ്യണം? പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും. അപ്പോൾ തന്നെ പറയാണ്, ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം ശരീരം, നമ്മുടെ ശരീരത്തിന് നീക്കം വരണം. എന്നിട്ട് ആ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ, നമ്മുടെ ആ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും പാപം ചെയ്യുന്നില്ലെന്നതിൻ്റെ അർത്ഥം. നമ്മളൊരു വിശുദ്ധിയിൽ ജീവിക്കുന്നു എന്നർത്ഥം. നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ച് വേർതിരിച്ചത്, നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വളരാനാണ്, ദിനംതോറും വളരുവാൻ വേണ്ടിയാണ്. അതിനാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടത്. പരിശുദ്ധാത്മാവ്. ആത്മാവ് ആരാണ്?
പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ്, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, കൃപയുടെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, ജീവൻ്റെ ആത്മാവ്, മഹത്വത്തിൻ്റെ ആത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവ്. ഇതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ക്രിസ്തു യേശുവിനുള്ളവർ ജീവിക്കണം. അപ്പോൾ പിന്നെ പാപശരീരത്തിന് നീക്കം വരണം. പഴയ മനുഷ്യനെ യേശുവിനോടുകൂടെ ക്രൂശിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളിന്ന് ആദ്യം വായിച്ച് കേട്ടതുപോലെ ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്നു. അപ്പം ജഡം എന്താണ്? ആത്മാവ് എന്താണ്? ആത്മാവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നതിനെയാണ്. അപ്പോൾ ജഡത്തെ അനുസരിക്കുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നാണ് ഈ ഗലാത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. ജഡത്തിൻ്റെ പ്രവൃത്തി എന്തൊക്കെയാണ്? പ്രവൃത്തികളാണ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രവൃത്തികൾ. ആത്മാവിൽ എന്ന ഫലമാണ്, അനേകർക്ക് അത് പ്രയോജനമാണ്. ആത്മാവിൻ്റെ ഫലം എന്താ? അത് സന്തോഷമാണ്. എന്നാൽ ജഡത്തിൻ്റേതോ? ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്താ? ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ പ്രവൃത്തി എന്തൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, അഭിചാരം, പക, പിണക്ക, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവയെന്ന് വെളിവാകും. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യ അവകാശമാകത്തില്ല. എന്നാൽ ആത്മാവിൻ്റെ ഫലം എന്തുവാ? സ്നേഹം. അത് ഫലമാണ്. ജഡത്തിൻ്റെത് പ്രവൃത്തികളാണ്, ദുഷ്ടതയൊക്കെ. നമ്മൾ പ്രവർത്തിക്കുകയാണ്. ആത്മാവിൻ്റെ പക്ഷേ നമ്മളിന്ന് ബലം പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ഇത് നമ്മളല്ല ചെയ്യുന്നത്, നമ്മളിൽ ബലം കായ്ക്കുകയാണ്. നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളിൽ ആ സ്നേഹം വരികയാണ്. ഫലം സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയം. അത് നമ്മൾ ഈ ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന ബലമാണ്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ ചേർന്ന് വസിച്ചിട്ടല്ലാതെ ഈ ബലം കായ്ക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ആകുന്ന കൊമ്പിൽ ചേർന്ന് വസിക്കാതെ നമുക്ക് ഫലം കായ്ക്കാൻ, മുന്തിരിവള്ളിക്ക് അതിനെ ഫലം കായ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയാണ് ക്രിസ്തുവേശുവിനുള്ളവർ എന്ത് ചെയ്യുകയാണ്? ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയാണ്, ആകയാൽ ദുർനടപ്പ്, ഇതാ നമ്മൾ വിട്ടുപോകേണ്ടത്. ദുർനടപ്പ്, അശുദ്ധി, അതിരാഹം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. എന്നിട്ട് പറയാണ്, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം മുമ്പേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരും ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവിൻ. അന്യോന്യം ഫോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഒഴിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനെ നമ്മൾ ധരിച്ചിരിക്കുന്നു. യെസ്, അതിനായി തന്നെയാണ് നമ്മളെ മേൽ പകർന്നിരിക്കുന്ന വിശുദ്ധിയുടെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടവരാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ജഡത്തിൻ്റെ മോഹം നിർവഹിക്കത്തില്ല. കാര്യം ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധം. ഇത് രണ്ടും വിരോധമായിരിക്കും. നിങ്ങൾ ഇച്ചിരിക്കും ചെയ്യാതെ വണ്ണം അത് തമ്മിൽ പ്രതികൂലമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തു യേശുവിനുള്ളവരാണ്. ധൈര്യത്തോടെ നെഞ്ചത്ത് കൈവച്ചു ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി ഉള്ള വ്യക്തിയാണ്. ഞാൻ എൻ്റെ ജഡത്തെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ? അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടുന്ന പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതാണ്. ഇനി ഞാനല്ല, യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു. എന്നിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ഉള്ള ബലം വരേണ്ടത്, പരിശുദ്ധാത്മാവിലുള്ള ബലം വരേണ്ടത്, അല്ലാതെ ജഡത്തിൻ്റെ ഫലങ്ങളായ ജഡത്തിൻ്റെ പ്രവൃത്തികളല്ല ഇന്ന് വരേണ്ടത്, ആത്മാവിൻ്റെ ഫലങ്ങൾ. ഇന്ന് വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് സഹായിക്കണേ, ആത്മാവിൻ്റെ ഫലം ഉള്ളവരായിത്തീരാൻ. അപ്പോൾ തന്നെ ജഡത്തെ അനുസരിച്ച് അതിൻ്റെ രാഗമോഹങ്ങളെ ക്രൂശിച്ച് ജഡത്തെ അനുസരിക്കാതെ ജീവിപ്പാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു.
ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് ആത്മാവിൻ്റെ ഫലം നിലനിൽക്കാൻ വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളുടെ ക്രൂശിച്ചു എന്ന് പറഞ്ഞാൽ പാപം ഞങ്ങളിൽ നിന്ന് ക്രൂശ് മരണത്തിലൂടെ മാറ്റി തന്നതിനായി സ്തോത്രം. അതിൽ തുടരാനും വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ. കേൾക്കുന്ന രോഗികൾ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിൻ യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ.